പാലക്കാട്ടെ പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയിൽ ചേർന്നു. CPM-ൽ അങ്ങനെ നേരിട്ടുള്ള അംഗത്വം എടുക്കലൊന്നുമില്ല. ഏതെങ്കിലും ഘടകത്തിൽ പ്രവർത്തിച്ച് അംഗത്വം നേടണം. അതിനാണോ എന്നറിയില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം ഡോക്ടർ പി സരിൻ പാർട്ടി ആസ്ഥാനമായ AKG സെന്ററിൽ ആദ്യമായി എത്തി. തോറ്റിട്ട് വരുന്നതല്ലേ, കാര്യമായിട്ട് തന്നെ സ്വീകരിച്ചു പാർട്ടി. ചുവന്ന ഷോൾ പുതച്ച് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും AK ബാലനും ചേർന്ന് സരിനെ സ്വീകരിച്ചു. സരിൻ വലതുകാൽ വെച്ച് പാർട്ടി ഓഫീസിനുള്ളിൽ കയറി. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. വസു, തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേരുയരുന്നു, 1000 പേരുയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു, രണാങ്കണത്തിൽ പടരുന്നു. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേരുയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. പുതുതായിട്ട് ചവിട്ടോളം വന്ന ആളാ, അല്ല മാനേജറാവുന്ന ആളാ, രണ്ടും ഒന്ന് തന്നെയാണ്. ഡോക്ടർ പി സരിൻ ആദ്യമായിട്ട് AKG സെൻറ്ററിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ ഞങ്ങളെല്ലാം ആവേശത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കുക? ഭാവി രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയും സരിനുമായിട്ട് ആലോചിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. വെറും വാഗ്ദാനം കിട്ടുകയില്ല. ഇടത് മനസ്സ് എന്ന് പറയുന്നത് കൊണ്ടു നടന്നിരുന്ന ഒരാൾ പൂർണ്ണമായും ഇടതുപക്ഷക്കാരനായി ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നു. ആ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ജയപരാജയങ്ങൾക്കപ്പുറം പൊളിറ്റിക്സിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണമല്ലോ. അപ്പോൾ അഭിപ്രായ രൂപീകരണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം പൊളിറ്റിക്സ്. നമ്മൾ പറയുന്ന അഭിപ്രായത്തിനോട് കൂടുതൽ മനുഷ്യർ ഐക്യപ്പെടുന്ന ആ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷമാണ് ശരി എന്നുള്ള ആ രാഷ്ട്രീയത്തിൻ്റെ എല്ലാതരം തുടർച്ചയ്ക്കും വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് തുടരും. ഇതോടെ ഈ ആഴ്ചത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.